നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അമാൽഗമേഷൻ എന്ന് പറഞ്ഞ മൊഡ്യൂളിലെ പാർട്ട് 6 അടുത്തൊരു സോൾവ് പ്രോബ്ലമാണ്. നെക്സ്റ്റ് വേറൊരു മെത്തേഡാണ്. നമുക്ക് നേരെ ക്വസ്റ്റിലേക്ക് കിടക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നമുക്ക് ലെറ്റ്സ് ഫൈൻഡ് ഇറ്റ് ഔട്ട് വിച്ച് മെത്തേഡ് വി നീഡ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് ദ പർച്ചേസ് കൺസിഡറേഷൻ, വെദർ ഇറ്റ് ഇസ് ലംസം മെത്തേഡ് ഓർ എനി അതർ മെത്തേഡ്. സോ മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ. വീഡിയോ കാണുന്നവരാരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ട് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുവാണ്. ഡേ ആൻഡ് ലൈറ്റ് ലിമിറ്റഡ് agreed to amalgamate and a new company called Dim Light Limited has been formed to take over the combined concern as on 31st December 2016. ഇവിടെ രണ്ട് കമ്പനിയാണ് ലിക്വിഡേറ്റ് ചെയ്യുന്നത് പോകുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ കമ്പനി ഏറ്റെടുക്കുന്നത്. സോ അത് അമാൽഗമേഷനാണ് നടക്കുന്നത്. സോ രണ്ട് കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. ഡേ ലിമിറ്റഡ് ആൻഡ് ലൈറ്റ് ലിമിറ്റഡ്. ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നതിനകത്ത് ഫസ്റ്റ് ഷെയർ ക്യാപിറ്റൽ 7,50,000, 15 lakh. റിസർവ്സ് ആൻഡ് സർപ്ലസ്, ദറ്റ് ഇസ് എ നോട്ട് ഈസ് ദയർ, നോട്ട് നമ്പർ ഈസ് ദയർ. 1,50,000, 75,000. ദെൻ നെക്സ്റ്റ് ഐറ്റം ഉള്ളത് ട്രേഡ് പേയബിൾസ് ആണ്. ക്രെഡിറ്റേഴ്സ് 75,000, 1,20,000. ടോട്ടൽ 9,75,000, 16,95,000. ദെൻ അസറ്റ്സിൽ വരികയാണെങ്കിൽ ഫിക്സഡ് അസറ്റിൽ ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്, നോട്ട് നമ്പർ 2. സോ നോട്ട് ടു അക്കൗണ്ട്സ് അവിടെ ഉണ്ട് രണ്ടെണ്ണം. 8,25,000, 10,50,000. ദെൻ പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടൊരു ഗുഡ് വില് തന്നിട്ടുണ്ട് 75,000, 1,65,000. ദെൻ കറണ്ട് അസറ്റ്സിലെ ഇൻവെൻട്രീസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് 30,000, 2,25,000. ട്രേഡ് റിസീവൽ എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് ആണ് 30,000, 1,80,000. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് 15,000, 75,000. ടോട്ടൽ 9,75,000, 75,000. സോറി, അവിടെ ഫിഗർ മാറിപ്പോയതാണ്. 9,75,000ഉം 16,95,000ഉമാണ് വരുന്നത് കേട്ടോ. സോ നോട്ട് ടു അക്കൗണ്ടിൽ വരുന്ന ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. റിസർവ്സ് ആൻഡ് സർപ്ലസും ടാഞ്ചിബിൾ അസറ്റും ആയിരുന്നു രണ്ട് നോട്ട്സ്. റിസർവ്സ് ആൻഡ് സർപ്ലസിലെ റിസർവ് ഫണ്ട് 75,000 ഡേ ലിമിറ്റഡിന് മാത്രമേ ഉള്ളൂ. പി ആൻഡിൽ 75,000 ഈച്ച്. രണ്ടുപേർക്കും പ്രോഫിറ്റ് 75,000 വന്നിട്ടുണ്ട്. ടോട്ടൽ 1,50,000, 75,000. ദെൻ ടാഞ്ചിബിൾ അസറ്റിലെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 4,50,000, 7,50,000. മെഷീനറി 3,75,000, 3 lakh. ഇങ്ങനെയാണ് മെഷീനറിയുടെ കേസ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 8,25,000, 10,50,000. അതായിരുന്നു നമുക്കിവിടെ കാണിച്ചിരുന്നത്. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുന്നു. ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ ടേക്കൺ ഓവർ ബൈ Dim Light Limited and show how the amount is payable to each company is arrived at and prepare balance sheet of new company. ഇവിടെ ബാലൻസ് ഷീറ്റ് മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുള്ളൂ എങ്കിൽ പോലും നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. ഒരു ന്യൂ കമ്പനിയുടെ ജേണൽ എൻട്രി ചെയ്ത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താൽ മതി. ബാലൻസ് ഷീറ്റ് മാത്രമേ ഇവിടെ മാർക്കുള്ളൂ. പക്ഷേ നമ്മളിവിടെ തൽക്കാലം ഒരു പഠിക്കുന്ന പർപ്പസ് മാത്രമേ ഉള്ളൂ. പഠിക്കുന്ന പർപ്പസ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ലെജർ അക്കൗണ്ടുകളും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ ഇവിടെ ലംസം മെത്തേഡ് അല്ല എന്നുള്ളത് മനസ്സിലായി. നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൻ്റെ കേസ് ഇവിടെ പറയുന്നില്ല. പല ഫോർമാറ്റിൽ അവർക്ക് ക്യാഷ് കൊടുക്കുന്നതായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ക്യാഷ് കൊടുക്കുന്നതായിട്ട് പറയാത്ത കാരണം നമുക്ക് അസ്യൂം ചെയ്യുന്നത് ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഇവിടെ അസ്യൂം ചെയ്യുന്നു ഷെയർ ആയിട്ടാണ് കൊടുക്കുന്നത് എന്നുള്ള അസ്യൂം ചെയ്യുന്നു. സോ പിന്നെ ഉള്ളത് അസറ്റ് ലയബിലിറ്റി ടേക്ക് ഓവർ ചെയ്യുന്നു തോന്നുന്നു. അപ്പോൾ അസറ്റ് മൈനസ് ലയബിലിറ്റി എന്ന് പറയുന്ന മെത്തേഡിലായിരിക്കും ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ കാണേണ്ടത്. സോ ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ കാണുമ്പോൾ അസറ്റ് മൈനസ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്ന വാല്യൂ എത്രയാണോ അതിലാണ്. ഓക്കെ, അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്ന വാല്യൂ, അതിൽ നിന്നും ലയബിലിറ്റി ടേക്ക് ഓവർ ചെയ്യുന്ന വാല്യൂ മൈനസ് ചെയ്യണം. ഇവിടെ പ്രത്യേകിച്ചൊരു വാല്യൂ, ഒരു അഗ്രീഡ് വാല്യൂ തരാത്ത കാരണം ബുക്ക് വാല്യൂ തന്നെയാണ് എടുക്കുന്നത്. സോ നോർമൽ കേസിൽ പർച്ചേസ് കൺസിഡറേഷൻ കാണുമ്പോൾ എഗ്രീഡ് വാല്യൂവിലാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂവിലാണ് അത് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം മാർക്കറ്റ് വാല്യൂ എഗ്രീഡ് വാല്യൂ തരാത്തത് കൊണ്ട് ബുക്ക് വാല്യൂ തന്നെ എടുക്കാം. നമുക്ക് നോക്കാം കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 4,50,000, 7,50,000. മെഷീനറി, ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറി വരുന്നു 3,75,000, 3 lakh. ഇതൊക്കെ നമുക്ക് നോട്ട് നമ്പറിൽ തന്നതാണ്. അത് തന്നെയാണ് നമ്മളിവിടെ എഴുതുന്നത്. 3 lakh. ഗുഡ് വിൽ 75,000, 1,65,000. നമ്മൾ നേരത്തെ പഠിച്ചു ഗുഡ് വിൽ ഈസ് ട്രീറ്റഡ് ആസ് ലൈക്ക് അതർ അസറ്റ്സ്. സ്റ്റോക്ക് 30,000, 2,25,000. ഡെപ്റ്റേഴ്സ് 30,000, 1,80,000. ക്യാഷ് 15,000, 75,000. ടോട്ടൽ 9,75,000, 16,95,000. അതിൻ്റെ കൂടെ ക്രെഡിറ്റേഴ്സ് മൈനസ് ചെയ്യുക. 75,000, 1,20,000 മൈനസ് ചെയ്യുന്നു. സോ 9 lakh പർച്ചേസ് കൺസിഡറേഷൻ ഫോർ ഡേ ലിമിറ്റഡ്. ഫസ്റ്റത്തെ ഡേ ലിമിറ്റഡ്, സെക്കൻഡ് വൺ ലൈറ്റ് ലിമിറ്റഡ് ആണ്. സോ പർച്ചേസ് കൺസിഡറേഷൻ ഫോർ ഡേ ലിമിറ്റഡ് 9 lakh, ഫോർ ലൈറ്റ് ലിമിറ്റഡ് 15,75,000. ഇതാണ് വരുന്നത് പർച്ചേസ് കൺസിഡറേഷൻ രണ്ടുപേരുടെയും. തന്നിരിക്കുന്ന അസറ്റിൽ നിന്നും ലയബിലിറ്റീസ് മൈനസ് ചെയ്യുന്നു.
ഇവിടെ ബുക്ക് വാല്യൂയിലാണ് എടുത്തേക്കുന്നത്. നോർമൽ കേസിൽ എഗ്രീഡ് വാല്യൂ ആണ് എടുക്കുന്നത്. ഇവിടെ എഗ്രീഡ് വാല്യൂ എടുക്കാത്തത് തന്നിട്ടില്ല. ക്വസ്റ്റിൽ എഗ്രീഡ് വാല്യൂ തരാത്തത് കൊണ്ട് ബുക്ക് വാല്യൂ എടുക്കുന്നു. സോ രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ എഗ്രീഡ് വാല്യൂവും ബുക്ക് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ പർച്ചേസ് കൺസിഡറേഷൻ കാണാൻ വേണ്ടി എഗ്രീഡ് വാല്യൂ ആണ് എടുക്കുന്നത്. സോ എഗ്രീഡ് വാല്യൂ തന്നിട്ടില്ല. ഫോർ സപ്പോസ് ഗുഡ് വിൽ എഗ്രീഡ് വാല്യൂ തന്നിട്ടില്ലെങ്കിൽ വി ക്യാൻ ഗോ ത്രൂ ദ ബുക്ക് വാല്യൂ. ഓക്കെ, ഏതെങ്കിലും അസറ്റ് എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പർച്ചേസ് കൺസിഡറേഷൻ കാണുമ്പോൾ നെറ്റ് അസറ്റ് മെത്തേഡിനകത്ത് അത് എടുക്കേണ്ട കാര്യം ഇല്ല, നമുക്കറിയാം. സോ നേരെ അടുത്തത് നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി, ഇനി നോർമൽ കേസിൽ ഇനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താൽ മതി ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ ക്വസ്റ്റ്യൻ. പക്ഷേ നമ്മളിവിടെ അക്കൗണ്ടുകൾ വരച്ചുകൊണ്ട് പോകുന്നു. ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുന്നു. ജേർണൽ എൻട്രി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇനി നമുക്ക് ജേർണൽ എൻട്രിയിലേക്ക് കിടക്കണം. എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചു. അത് നോക്കിയിട്ടില്ല എങ്കിൽ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കുകൾ 1 to 5 പാർട്ട് 1 to 5 വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, വായിച്ചോളൂ, കാണുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് പോരുക. സോ അപ്പോൾ ജേർണൽ എൻട്രി ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് നേരെ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോവാണ്. റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ഓൾറെഡി അസറ്റ്സ് ലയബിലിറ്റീസ് എല്ലാം ഏതൊക്കെയാണെന്നുള്ളത് അറിയാം. അത് ഓൾറെഡി അവിടെ എഴുതിയത് അത് തന്നെ സെം എഴുതുന്നു. ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇൻവെൻട്രി, ഡെപ്റ്റേഴ്സ്, ക്യാഷ്, ഗുഡ് വിൽ, ഇത്രയും കാര്യങ്ങൾ എഴുതി. 9,75,000, 16,95,000 കിട്ടി. സോ ഇവിടെ പ്രോഫിറ്റ് ഇല്ല, ലോസും ഇല്ല. കാരണം എന്താണ്, ഈ പറയുന്നത് നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിച്ചപ്പോൾ തന്നെ അറിയാം. ഇതേ രീതി തന്നെയാണ്. അസറ്റിൽ നിന്നും ലയബിലിറ്റി മൈനസ് ചെയ്തു. എക്സ്റ്റേണൽ ലയബിലിറ്റി മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു, ഈ പറയുന്ന പർച്ചേസ് കൺസിഡറേഷൻ ആയിരുന്നു. അപ്പോൾ സെയിം എമൗണ്ട് തന്നെയാണ് രണ്ട് സൈഡിലും വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് വരുന്നില്ല, റിയലൈസേഷൻ പ്രോഫിറ്റോ ലോസോ വരുന്നില്ല. സെയിം എമൗണ്ട് തന്നെ രണ്ട് സൈഡും. ടോട്ടൽ ഓഫ് ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഇസ് ദ എമൗണ്ട് സെയിം. സോ ദർ ഇസ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ് ഇൻ റിയലൈസേഷൻ. സോ അത് കാരണം നമുക്ക് അവിടെ റിയലൈസേഷൻ അക്കൗണ്ട് അവിടെ കൊണ്ട് തീർന്നു. ലാൻഡ്, ബിൽഡിങ്ങും, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇൻവെൻട്രി, ക്യാഷ്, ഡെപ്റ്റേഴ്സ്, ഗുഡ് വിൽ, ടോട്ടൽ 9,75,000, 16,95,000. അതിൽ നിന്നും ക്രെഡിറ്റേഴ്സ് ഡിം ലൈറ്റ് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നില്ലാണ്, അല്ലെങ്കിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നില്ലാണ്, 0 ആണ്. സോ അതിനർത്ഥം റിയലൈസേഷൻ പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. അടുത്ത പർച്ചേസിംഗ് കമ്പനിയുടെ അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ, ഡിം ലൈറ്റ് ലിമിറ്റഡിൻ്റെ അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്കിവിടെ പ്രത്യേകിച്ച് ക്വസ്റ്റിലൊന്നും പറയുന്നില്ല ഏത് രീതിയിലാണ് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നതെന്ന് പറയുന്നില്ല. സോ ലെറ്റ് us assume that they are giving purchase consideration in shares എന്നുള്ളൊരു അസംഷനിൽ വേണം നമുക്കിവിടെ കണക്ക് ചെയ്തു പോകാൻ. സാധാരണ രീതിയിൽ ക്വസ്റ്റിലും തരുന്നതാണ്. ഇവിടെ തന്നില്ല, അതുകൊണ്ട് ക്യാഷ് ആയിട്ട് കൊടുക്കാനുള്ള സഫിഷ്യൻറ്റ് ഉണ്ടാവില്ല, ഒരു പുതിയ കമ്പനിയല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ കമ്പനി ആയതുകൊണ്ട് എപ്പോഴും ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ളൊരു അസംഷനിൽ പോകുന്നു. സോ അപ്പോൾ അവർക്ക് ഓൾറെഡി നമുക്ക് പർച്ചേസ് കൺസിഡറേഷനകത്ത് റിയലൈസേഷൻ അക്കൗണ്ടിനകത്ത് ഡിം ലൈറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് കൺസിഡറേഷൻ എഴുതിയിട്ടുണ്ട്. അത് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതിയിരിക്കുന്നത്, കണ്ടോ അല്ലേ. ഡിം ലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് 9,00,000, 15,75,000 ഉണ്ട്. സോ ആ സെയിം എമൗണ്ട് ഇപ്പുറത്തേക്ക് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് റിയലൈസേഷൻ എന്ന് പറഞ്ഞ് എഴുതി. കഴിഞ്ഞ സെഷനിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു പോയതാണ്. കാരണം ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ്. അതുകൊണ്ട് ഡിം ലൈറ്റ് ലിമിറ്റഡിൻ്റെ ഡെബിറ്റ് സൈഡിൽ വേണം റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് എഴുതാൻ. ആ റിയലൈസേഷൻ എമൗണ്ട് എങ്ങനെയാണ് കൊടുത്തത് അത് കാണാണ്ട് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ റിയലൈസേഷൻ എമൗണ്ട് കൊടുക്കുന്നത് ഷെയർസ് ആയിട്ടാണ്, ഇവിടെ അസംഷനാണ്. സാധാരണ രീതിയിൽ ക്വസ്റ്റിൽ പറയും ക്യാഷ് ആണെങ്കിൽ ക്യാഷ് നമ്മൾ വരും. സോ ഇവിടെ റിയലൈസേഷൻ എന്ന് പറയുന്നത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത് ക്യാഷ് ആയിട്ടാണ്, ഷെയർസ് ആയിട്ടാണ്. അതുകൊണ്ട് ഷെയർസ് ഇൻ പർച്ചേസിംഗ് കമ്പനിയുടെ പേര് ഷെയർസ് ഇൻ ഡിം ലൈറ്റ് എന്ന് പറഞ്ഞ് എഴുതുക. ഫുള്ളായിട്ട് നിങ്ങൾ എഴുതിക്കുക. ആ സെയിം എമൗണ്ട് പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണോ ആ ഫുൾ എമൗണ്ട് അങ്ങനെ തന്നെ കൊടുക്കുന്നു. ദെൻ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ബാലൻസ് ഷീറ്റിനകത്ത്. ഓക്കെ, നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ നമുക്കിപ്പോൾ അറിയാം എടുക്കാത്തതെന്ന് പറയുന്നത് ഏത് മാത്രമേ ഉള്ളൂ, ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉള്ളൂ. ക്രെഡിറ്റേഴ്സ് എടുത്തു, ടാഞ്ചിബിൾ അസറ്റ്, ഗുഡ് വില്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇതെല്ലാം എടുത്തു. അപ്പോൾ എടുക്കാത്തതെന്ന് പറയുന്നത് ഏതാണ്, ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും ആണ്. ഈ രണ്ട് എമൗണ്ട് നമ്മൾ ലയബിലിറ്റി സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. കാരണം എക്സ്റ്റേണൽ ലയബിലിറ്റീസ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അതായത് 75,000-ഉം 1,20,000 മാത്രമേ മാറ്റുള്ളായിരുന്നു. സോ അതുകൊണ്ട് അത് മാത്രമേ മാറ്റിയുള്ളൂ. ഇത് ബാലൻസ് വരുന്ന ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും നേരെ ആർക്ക് കൊടുക്കുന്നു, ഷെയർ ഹോൾഡേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലേക്ക് ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും മാറ്റി. ഡെബിറ്റ് സൈഡിൽ അവർക്ക് കൊടുത്ത ഷെയർ എങ്ങനെയാണോ അങ്ങനെ തന്നെ. ഓക്കെ, അവർക്ക് ഷെയർ ആയിട്ട് കൊടുത്തത് എത്ര, പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് എത്രയാണോ കൊടുത്തത് ആ എമൗണ്ട് ആയിരിക്കും അവർക്ക് എഴുതേണ്ടത്. നോക്കാം. ഷെയർസ് ഇൻ ഡിമിനിഷിംഗ് കമ്പനി, ഡിം ലൈറ്റ് ലിമിറ്റഡ് കമ്പനി 9,00,000, 15,75,000, ഷെയർ ക്യാപിറ്റൽ 7,50,000, 15,00,000, റിസർവ്സ് ആൻഡ് സർപ്ലസ് 1,50,000, 75,000. ടോട്ടൽ എമൗണ്ട് ഈക്വലായി. സോ നെക്സ്റ്റ് ഷെയർസ് ഇൻ ഡിം ലൈറ്റ് ലിമിറ്റഡ് ക്രോസ് ട്രാൻസ്ഫർ ചെയ്താൽ മതി. നമുക്കറിയാം ഓൾറെഡി നമ്മളിവിടെ ഷെയർസ് ഇൻ ഡിം ലൈറ്റ് എന്ന് പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. സോ അപ്പോൾ ഡിം ലൈറ്റ് ലിമിറ്റഡിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതി.
അതുപോലെ തന്നെ ഡിംലൈറ്റ് ലിമിറ്റഡിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഷെയർസ് ഇൻ ഡിമിനിഷിംഗ് കമ്പനി എന്നാണ് എഴുതിയേക്കുന്നത്. സോ അപ്പോൾ എന്ത് ചെയ്യണം, ഷെയർസ് ഇൻ ഡിംലൈറ്റ് ലിമിറ്റഡ്, ഡിമിനിഷിംഗ് അല്ല, ഷെയർസ് ഇൻ ഡിംലൈറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അപ്പോൾ എന്ത് ചെയ്യണം, ഡിംലൈറ്റ് എന്ന് പറഞ്ഞ് എഴുതി ആ എമൗണ്ട് ക്ലോസ് ചെയ്യുന്നു. സോ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയത്, കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയതുകൊണ്ടാണ് ഒരു ഇത്തിരി സ്പീഡിൽ അങ്ങോട്ട് പോയത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് ക്രോസ് ട്രാൻസ്ഫർ ആണ്. ഇവിടെ ഡെബിറ്റ് ആണെങ്കിൽ അവിടെ ക്രെഡിറ്റ്. അപ്പോൾ എന്ത് ചെയ്യണം, ഓരോ അക്കൗണ്ടിലും ആ അക്കൗണ്ടിൻ്റെ പേര് എഴുതാൻ പാടില്ല. അപ്പോൾ മറ്റുള്ള അക്കൗണ്ടിൻ്റെ ഹെഡിങ് ആണ് എഴുതാറ് അല്ലേ. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഷെയർസ് ഇൻ ഡിംലൈറ്റ് ലിമിറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡിംലൈറ്റ് ലിമിറ്റഡിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഈ ഹെഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് എഴുതുന്നു. നോക്കാം, ഷെയർസ് ഇൻ ഡിംലൈറ്റ് ലിമിറ്റഡിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് എഴുതി കണ്ടോ. അതേപോലെ തന്നെ ഇനി എവിടെയാണ് ഷെയർസ് ഇൻ ഡിംലൈറ്റ് എന്ന് ശ്രദ്ധിക്കുക. ഓരോ അക്കൗണ്ടും നോക്കുക. ഓരോ അക്കൗണ്ടും നോക്കിയിട്ട് ഷെയർസ് ഇൻ ഡിംലൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം നമ്മൾ ആദ്യം അല്ലേ. ആദ്യം തന്നെ ഷെയർസ് ഇൻ ഡിംലൈറ്റ് എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്തു. ഓരോ അക്കൗണ്ട് വരയ്ക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഡിംലൈറ്റിൻ്റെ അക്കൗണ്ട് വരയ്ക്കുമ്പോഴും അങ്ങനെ തന്നെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡിംലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് സൈഡിൽ റിയലൈസേഷൻ എന്ന് പറഞ്ഞ് എഴുതുന്നു. ഈ ഫിഗർ കാണാണ്ട് പഠിക്കണം അല്ലേ. ഈ ഐറ്റം നിങ്ങൾ കാണാണ്ട് വെച്ചോളൂ. പർച്ചേസിങ് കമ്പനിയുടെ ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെയാണോ കൊടുത്തത് അതാണ് എഴുതേണ്ടത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഇവിടെയും ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെയാണോ പർച്ചേസ് കൺസിഡറേഷൻ കിട്ടിയത് അതാണ് അവിടെ എഴുതേണ്ടത്. ഷെയർസ് ആയിട്ടാണ്, ക്യാഷ് ആയിട്ടാണെങ്കിൽ ക്യാഷും കൂടി വരും. അപ്പോൾ ക്വസ്റ്റിൽ പറയുന്ന പോലെ തന്നെ. സോ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് നോർമൽ കേസിൽ ഷെയർ ക്യാപിറ്റൽ വരും, റിസർവ്സ് ആൻഡ് സർപ്ലസ് വരും. പിന്നെ റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്നകത്ത് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. സാധാരണ റിയലൈസേഷൻ പ്രോഫിറ്റോ റിയലൈസേഷൻ ലോസോ വരും. പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് വരും, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ് വരും. ഇങ്ങനെയാണ് നോർമൽ കേസിൽ വരാറ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ദെൻ അതേപോലെ തന്നെയാണ് ഷെയർസ് ഇൻ ഡിംലൈറ്റ് ലിമിറ്റഡ്. നേരെ ഓരോ അക്കൗണ്ട്, ഇതിന് മുമ്പുള്ള ഓരോ അക്കൗണ്ട് നോക്കുക. ഷെയർസ് ഇൻ ഡിംലൈറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ നോക്കുക. ഡെബിറ്റ് സൈഡിലാണ് എഴുതിയേക്കണമെങ്കിൽ ഇവിടെ ഡിംലൈറ്റ് ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ഏതെങ്കിലും ഒരു അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ ഇവിടെ ഡിംലൈറ്റ് ലിമിറ്റഡിൻ്റെ ഡെബിറ്റ് സൈഡ് ആയിരിക്കും. അക്കൗണ്ടിൻ്റെ പേര് വേണം എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇനി നമുക്ക് നേരെ ജേണൽ എൻട്രി എഴുതണമെന്നില്ല, നേരെ ബാലൻസ് ഷീറ്റിലേക്ക് പോവാം. ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ എഗ്രീഡ് എമൗണ്ട് ഒന്നും ഇല്ല വേറെ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് ആ ബുക്ക് വാല്യൂയുള്ള എമൗണ്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ പുതിയ ബാലൻസ് ഷീറ്റ് ഓഫ് ഡിംലൈറ്റ് ലിമിറ്റഡ്. ഷെയർ ക്യാപിറ്റൽ നമുക്കറിയാം ഏതാണ്, ഈ രണ്ട് എമൗണ്ട് കണ്ടോ. ഷെയർസ് ഇൻ ഡിംലൈറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്, റൈറ്റ് അല്ലെ. ഷെയർസ് ഇൻ ഡിംലൈറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 9,00,000 15,75,000 കൂടി ആഡ് ചെയ്യുമ്പോൾ 24,75,000 ആണ് നമുക്ക് കിട്ടുന്നത്. സോ ആ എമൗണ്ട് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്, 24,75,000. പിന്നെ ക്രെഡിറ്റേഴ്സ് ആണ്, വേറെ ഒന്നും അതിനിടയിൽ ഇരുന്നില്ല. റിസർവ്സ് ആൻഡ് സർപ്ലസ് കാര്യങ്ങളൊന്നും പുതിയത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയല്ല, ഓൾറെഡി അവർക്ക് കൊടുത്തു. അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന്, ഏത് പർച്ചേസിങ് വെൻഡർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്. ഇത് നമ്മളിപ്പോൾ അക്കൗണ്ട് വരച്ചേക്കുന്നത്, ബാലൻസ് ഷീറ്റ് വരച്ചേക്കുന്നത് പർച്ചേസിങ് കമ്പനിയുടെയാണ്. വെൻഡർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെ ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും വീതിച്ച് കൊടുത്തായിരുന്നു. അതുകൊണ്ട് നമുക്കത് വരില്ല. ഇത് പുതിയ കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർ ക്യാപിറ്റലാണ്. അതുകൊണ്ടാണ് ഇവിടെ 24,75,000 വന്നത്. അത് പർച്ചേസ് കൺസിഡറേഷൻ ആ വെൻഡർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്തതാണ്. ക്രെഡിറ്റേഴ്സ് 1,95,000 ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അങ്ങോട്ട് എടുത്തു. അടുത്ത ടാഞ്ചിബിൾ അസറ്റ് നോട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഓൾറെഡി നമ്മൾ അവിടെ നിന്ന് എടുത്ത രണ്ടെണ്ണം തന്നെയാണ് അവിടെ വരുന്നത്, 18,75,000. രണ്ടുപേരുടെയും കൂടി ടോട്ടലാണെന്ന് മാത്രമേ ഉള്ളൂ. ഗുഡ്വില്ലും എല്ലാം തന്നിരിക്കുന്ന എല്ലാ കാര്യവും അവരുടെ ബുക്ക് വാല്യൂ തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും തന്നെ ഇല്ല പറയാൻ. സോ അപ്പോൾ ആ ബുക്ക് വാല്യൂയിലുള്ള രണ്ട് എമൗണ്ടും ഡേ ലിമിറ്റഡിൻ്റെയും ലൈറ്റ് ലിമിറ്റഡിൻ്റെയും എമൗണ്ടുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും തന്നെ നമുക്കിവിടെ ഇല്ല. അപ്പോൾ ടോട്ടൽ കിട്ടുന്നത് 26,70,000 ആണ് രണ്ട് സൈഡും, അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും. ദെൻ നോട്ട് നമ്പർ നമുക്ക് നോക്കിയേക്കാം ജസ്റ്റ് ഒന്ന്. ടാഞ്ചിബിൾ അസറ്റാണ് നോട്ട് നമ്പറായിട്ട് കൊടുത്തത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 12 lakh, മെഷീനറി 6,75,000. എങ്ങനെയാണ് ഈ 12 lakh വന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. രണ്ട് അസറ്റിൻ്റെയും നമുക്ക് നേരെ നോട്ട് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ലാൻഡ് ആൻഡ് ബിൽഡിങ് 4,50,000 7,50,000 ആണ് അല്ലേ. നോക്കിയറിയാം 4,50,000 7,50,000 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12 lakh ആണ്. മെഷീനറിയുടെ വാല്യൂ അതേപോലെ തന്നെ 3,75,000 3 lakh ആണ്. അതായത് 6,75,000 ആണ്. അതാണ് പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് നമുക്ക് നോട്ട് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 6,75,000 എഴുതി 18,75,000 നമുക്ക് ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റ് കിട്ടിയത്. ആ ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോട്ട് നമ്പർ 2, സോറി ഇവിടെ നോട്ട് നമ്പർ 1 ആണ് വരേണ്ടത്, 2 അല്ല. ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ 18,75,000 എഴുതിയത്. ഓക്കെ, ഞാൻ ഷെയർ ക്യാപിറ്റലിൽ ഒരു നോട്ട് നമ്പർ ഉണ്ട് എന്നുള്ള അസംഷനിലാണ് 2 എഴുതിയത്. ഇപ്പോൾ ഷെയർ ക്യാപിറ്റലിന് വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. രണ്ടു പേർക്കും കൊടുത്ത പർച്ചേസ് കൺസിഡറേഷൻ്റെ ടോട്ടലാണ്
ഷെയർ ക്യാപിറ്റലായിട്ട്, അത് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്തു എന്നുള്ള ഒരു അസംഷനിലാണ് എഴുതിയേക്കുന്നത്. സോ അപ്പോൾ നമ്മൾ നിങ്ങൾ നോട്ടായിട്ട് വേണമെങ്കിൽ അത് എഴുതിക്കോളൂ. ഷെയർ ആയിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്, ഷെയർ ആയിട്ടാണ് ഇഷ്യൂ ചെയ്തത്. അതായത് ലെറ്റ് ദ പർച്ചേസിങ് കമ്പനി ഇഷ്യൂ ഗീവ് ദ പർച്ചേസ് കൺസിഡറേഷൻ ഇൻ ഷെയർസ് ലെറ്റ് us assume എന്നും പറഞ്ഞ് ഒരു നോട്ടും കൂടി കൊടുത്തേക്കുക. സോ നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെക്ക് ചെയ്യാം. താങ്ക് യു.